Your words are my food. Your breath, my wine. You are everything to me. കേരളത്തിൻ്റെ നമ്പർ 1 FM ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ്. ഇഷ്ടപ്പെടുന്നവൻ്റെ ശബ്ദത്തിന് നമ്മളെ ഒരുപാട് സന്തോഷിപ്പിക്കാൻ കഴിയും. മധുരമായി സംസാരിക്കുന്ന ആൺകുട്ടികളോട് പെൺകുട്ടികൾക്ക് ഒരു പ്രത്യേക ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഒരുപാട് തമാശകൾ പറയുന്ന ആൺകുട്ടികൾക്ക് ഒത്തിരി പെൺകുട്ടികൾ ആരാധകരായിട്ടുണ്ടായിരിക്കും. നമ്മളൊക്കെ സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ നന്നായിട്ട് പാടുന്ന ആൺകുട്ടികളല്ലായിരുന്നോ അവിടുത്തെ സ്റ്റാർസ്? നല്ല പെൺപിള്ളേരെല്ലാം അവരുടെ പുറകെ ആയിരിക്കത്തില്ലേ? ഒരു ഉദാഹരണം പറയട്ടെ. നമ്മളെ ഒരാൾ വിളിച്ചിട്ട് പരുക്കനായിട്ട് സംസാരിക്കുന്നതാണോ ബേബി ഐ ലവ് യു എന്നൊക്കെ പറയുന്നതാണോ നമുക്കിഷ്ടം? അത് തന്നെ. ഞാൻ ഈ പറഞ്ഞതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനുണ്ടോ? എന്നാൽ ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലേക്ക് മെസ്സേജ് ചെയ്യണം. നമ്പർ 56070, ഫോമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ് ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിന് റൊമാൻസ്. ഇഷ്ടപ്പെടുന്നയാളുടെ കൈ പിടിക്കണമെന്ന് തന്നെയാണ് നമുക്കൊക്കെ ആഗ്രഹം അല്ലേ? ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു. യു ആർ മൈ സൺഷൈൻ എന്ന് കുഞ്ഞോളൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഐ ലവ് യു രഞ്ജിത്ത് എന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഹേയ്, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടിയാണ്. എനിക്ക് ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. പക്ഷെ ഈ പ്രായത്തിൽ ഞാൻ എങ്ങനെ പ്രണയിക്കും എന്നൊരു ചോദ്യം. പിന്നെ പ്രണയത്തിൽ ഓപ്പൺ ആയിരിക്കണം എന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. എൻ്റെ ലവർ അൻസിക്ക് വേണ്ടി ഒരു പാട്ട് വെച്ച് തരുമോ എന്നൊരാൾ ചോദിച്ചിട്ടുണ്ട്. നബീഷ്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് നിധി പറഞ്ഞിട്ടുണ്ട്. വൈശാഖ്, നീ ഇല്ലാതെ എനിക്ക് വയ്യ, ഐ ലവ് യു എന്നൊരു മെസ്സേജ് ഉണ്ട്. ഇതുപോലെ ഒരു മെസ്സേജ് ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലേക്ക് അയക്കണ്ടേ? അതിൻ്റെ നമ്പർ അറിയണ്ടേ? നമ്പർ 56070, ഫോമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ് ആൻഡ് സ്റ്റേ ട്യൂൺ ടു ലവ് ബൈറ്റ്സ്, ടൺ കണക്കിന് ലവ്. ട്യൂൺ ചെയ്തിരിക്കുന്നത് ക്ലബ് FM ആണ്. കേട്ടുകൊണ്ടിരിക്കുന്നു ലവ് ബൈറ്റ്സ്. ഞാൻ റീനു. ഞാൻ ഒരാളെ ഇപ്പത്തെ പിടിച്ച് കൊടയാൻ പോവാണേ. ഹലോ, സാലിഹ. ആരാ? അടുത്ത പാട്ട് എന്റെ സ്വീറ്റ് ഹാർട്ടിന് വേണ്ടി വെച്ച് തരണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ആരാന്നോ? ഓഹോ, ഹലോ സാലിഹ. അതെ. പ്രണയിക്കുമ്പോ നാട്ടുകാരെല്ലാം അറിയുന്നൊരു വിചാരമൊന്നുമില്ലേ? ഞാൻ പേടിച്ചുപോയി. ആരാണ് ഈ സ്വീറ്റ് ഹാർട്ട്? എന്താണ് നീയും അവനും തമ്മിലുള്ള ബന്ധം? ഞാൻ അറിയട്ടെ. അയ്യോ, അതെന്റെ സ്വീറ്റ് ഹസ്ബൻഡ്. സ്വീറ്റ് ഹസ്ബൻഡ് ആണോ? അതെ. തകർത്ത് കളഞ്ഞല്ലോ. ഞാനൊരു പ്രണയം പൊക്കിയ സന്തോഷത്തെ വിളിച്ചതാ. അയ്യോ, ഇല്ല, ഒരിക്കലും ഇല്ല. ഇതൊരു ലവ് മാരേജ് ആയിരുന്നു? ലവ് മാരേജ് അല്ല, അറേഞ്ച്ഡ് ആയിരുന്നു. പക്ഷെ 1 വർഷം പ്രണയിക്കാൻ കിട്ടി. ഓഹോ, ഇതെല്ലാ ലവ് മാരേജ് കഴിക്കുന്നവരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലൊന്നും അല്ലായിരുന്നു, അറേഞ്ച്ഡ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഇഷ്ടപ്പെട്ടു. കൊച്ചു കള്ളി എല്ലാം മനസ്സിലായി കേട്ടോ. ഇല്ല, ശരിക്കും അറേഞ്ച്ഡ് ആയിരുന്നു. പിന്നീട് 1 വർഷം കഴിഞ്ഞിട്ടായിരുന്നു കല്യാണം. അപ്പൊ ഒരുപാട് കല്യാണം കഴിഞ്ഞിട്ട് 5 മാസമായി. 5 മാസം? ഹസ്ബൻഡ് ഇവിടെ തന്നെ ഉണ്ടാവും? ഇല്ല, അബ്രോഡാണ്. അയ്യോ, ചെയ്യുന്നുണ്ട്. എവിടെയാ ഹസ്ബൻഡ്? ദുബായില്. അപ്പൊ എന്നാ അങ്ങോട്ട് പോകുന്നേ? ഞാൻ അടുത്ത സെക്കൻഡിന് പോണോന്ന് വിചാരിക്കുന്നു. തടസ്സങ്ങളൊന്നും ഇല്ലാതുണ്ടെങ്കിൽ ഞാൻ സെക്കൻഡിന് പോകും. വേഗം നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. അപ്പൊ വലിയ ഫാനാണ് ഞാൻ മുകളിലെത്തി. സ്റ്റുഡിയോയിൽ എന്നെ ഇനി ആരും പിടിച്ചാൽ കിട്ടൂല. സാലിഹ, എനിക്കൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാനുണ്ട് കേട്ടോ. എന്റെ കൂടെ ആയിരിക്കണം ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് ഈ വഴിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ, പക്ഷെ ഒരു പാട്ടൊക്കെ വരും. വെൽക്കം ബാക്ക് ടു കേരളാസ് നമ്പർ 1 FM ക്ലബ് FM. ഇത് ലവ് ബൈറ്റ്സ്. ഞാൻ റീനു, എന്റെ കൂടെ സാലിഹ. നിങ്ങളിങ്ങനെ 2 സ്ഥലത്താകുമ്പോൾ ഒരുപാട് സംസാരിക്കില്ലേ ഫോണിലൂടെ? പിന്നെ ശരിക്കും സമയം പോകുന്ന അറിയില്ല. ശരിക്കും ഈ നല്ല ശബ്ദമുള്ളവരോടാണ് സംസാരിക്കാൻ സുഖം. പ്രണയത്തിലാവുമ്പോൾ ശബ്ദത്തിനൊരു വലിയ പ്രാധാന്യം ഉണ്ടെന്ന് പറയുന്നുണ്ട്, ശരിയാണോ? അത് ശബ്ദത്തിന് മാത്രമല്ല, സംസാരിക്കുന്ന രീതിയിലും ഉണ്ടാവും. അതിപ്പം നമുക്ക് ചില ആളുകൾക്ക് കുറേ നേരം സംസാരിക്കുമ്പോ ചിലർക്ക് ബോറടിക്കില്ലേ? അവരുടെ രീതി ബോറടിക്കുന്ന രീതിയാവണ്ടേ? ലോകത്തിൽ ഏറ്റവും നല്ല ശബ്ദം ഉണ്ടെങ്കിലും പറയുന്ന കാര്യം ബോറടിക്കുന്നതാണ്. രക്ഷയില്ല. അപ്പൊ നിങ്ങൾ 1 വർഷം പ്രണയിച്ചു, ഇപ്പോഴും ഇഷ്ടം പോലെ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു നല്ല ശബ്ദവും സംസാര രീതിയാണ് കക്ഷിക്കെന്ന്.
അതെ ശരിക്കുമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനെ അല്ലട്ടോ സാലിഹ. സാലിഹയ്ക്ക് നല്ല സ്വീറ്റ് സൗണ്ട് ആണ്. കക്ഷി മുഴുവൻ നേരം കേട്ടോണ്ടിരിക്കാന്ന് എനിക്ക് തോന്നുന്നത്. അതറിയില്ല കേട്ടോ കേട്ടോണ്ടിരിക്കുന്നുണ്ടോന്ന്. സാലിഹ മിണ്ടും, കക്ഷി കേട്ടിരിക്കും. അപ്പൊ ഞാൻ പറയാം. എന്നാലും കക്ഷിക്ക് വേണ്ടി നമുക്കൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. ശരിക്കും ശരിക്കും വേണം. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലെ ഈവൻ മേക്ക് രൂപനിലെ പാട്ടാ, അത് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. ബൈ സാലിഹ. താങ്ക് യു രേണു. ഇതുപോലെ സംസാരിക്കാം ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലൂടെ. ഒരു നമ്പറുണ്ട് 56070. മെസ്സേജ് അയക്കാനുള്ള നമ്പറാ. ഫോമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ് ആൻഡ് സ്റ്റേ ട്യൂൺ ടു ക്ലബ് FM ആൻഡ് ലവ് ബൈറ്റ്സ് ടൺ കണക്കിന് റൊമാൻസ്.